യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനി എന്നോട് അമ്മയ്ക്ക് വൈരാഗ്യം കൂടെ ഉള്ളു അരുന്ധതി. എന്റെ ജീവിതം ഇനി എങ്ങനെയായി തീരുമെന്ന് പോലും അറിയില്ല. ഭാമിച്ച് ധൈര്യമായിട്ടിരിക്ക. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടായല്ലേ പറ്റൂ. ആദ്യം ഭാമേച്ചിയുടെ ഡെലിവറി കഴിയട്ടെ. അപ്പോഴേക്കും ഭാവന ചേച്ചിക്ക് സുഖമാവും. എന്റെ ചേച്ചിക്ക് ഇങ്ങനൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പോഴാ ശരിക്കും ഞങ്ങളെല്ലാം ചേച്ചിയുടെ വില എന്താണെന്ന് അറിയുന്നത്. അത് നേരെ ഭാമേച്ചി. ഭാവനേച്ചി എന്തായിരുന്നു എന്ന് ഇപ്പോഴെല്ലാരും മനസ്സിലാക്കുന്നു. ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ശരി അരുന്ധതി. സീതോട്ടാ, നമ്മളെ കാണുമ്പോ തന്നെ ചേന്ദ്രമല എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയും. ദയവേത് മറുപടി ഒന്നും പറയരുത്. അറിയാലോ, ഭാവനയ്ക്ക് ഇവിടെ പിന്നെ അവര് സമാധാനം കൊടുക്കത്തില്ല. ഇല്ല മായേ, എനിക്ക് അവരെ അറിയാമല്ലോ. ഞാൻ ശ്രദ്ധിച്ചോളാം. നീ വാ. അയ്യോ, ഇതാരൊക്കെയാ? വന്നട്ടെ. ശരീരം മൊത്തം തളർന്ന ഒരു പാഴ് ജന്മത്തെ ഇവിടെ കൊണ്ടിട്ടപ്പോ നിങ്ങൾക്കെല്ലാം സന്തോഷമായല്ലോ അല്ലേ? എന്റെ മോന്റെ ജീവിതം വെച്ചാ നിങ്ങളൊക്കെ കളിക്കുന്നത്. ആന്റി എന്തൊക്കെയായി പറയുന്നു? ഞങ്ങൾ എന്ത് ചെയ്തു? വേണ്ട, ആരും രക്ഷപ്പെടാന്നൊന്നും കരുതണ്ട. നിങ്ങളെല്ലാം സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് തന്നെയാ സൂര്യ ഭാവനയെ താലി കെട്ടിയത്. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നല്ലേ? ആന്റി വെറുതെ ഞങ്ങളെ പഴി പറയണ്ട. സൂര്യഭാവനെ താലി കെട്ടിയപ്പോ ആന്റി ഉണ്ടായിരുന്നല്ലേ, പിന്നെ ആന്റി അപ്പൊ തടയാത്തത്. സൂര്യഭാവനെ കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഇങ്ങനൊരു സാഹചര്യത്തിലായി പോയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. വിഷമം നിങ്ങൾക്കല്ല, ഞങ്ങൾക്ക്. മിണ്ടാനും നടക്കാനും വയ്യാത്ത ഭാവനയുടെ കഷ്ടപ്പാടെന്ന് നിങ്ങൾക്കറിയണ്ടല്ലോ. ഭാവനയുടെ ജീവിതം നശിക്കുന്നതിനോടൊപ്പം എന്റെ മോന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയോ? എന്താ ജയ, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ എന്റെ മനസ്സിന്റെ വിഷമം പറഞ്ഞതാ. ഇരിക്കു സേതു, മോളിരിക്കും. ജയ, നിങ്ങൾക്കറിയാലോ, ചില സമയത്ത് ഇവൾക്ക് ബെല്ലും ബ്രേക്കും ഒന്നും ഉണ്ടാവില്ല. അതെ, അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാ. മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ വെച്ചേക്കില്ല. നിങ്ങളിരിക്കും. മോളെ മാനസി, അല്ല, ആരാ ആന്റി പുറത്തു വന്ന് സംസാരം കേട്ടു? ആ മായ സേതുവാ. ഞാൻ 2 വർത്താനം കണക്കിന് പറഞ്ഞു. ഭാവനയെ കാണാൻ വന്നതാവോ അല്ലേ? അല്ലാതെ പിന്നെ എന്തിനാ? പിന്നെ മോളെ, നീ വിചാരിച്ച ഇപ്പൊ തന്നെ മായയ്ക്ക് സേതുവിന് ഒരു ഷോക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യാൻ ആന്റി? അവരിപ്പോ ഭാവനയെ കാണാൻ മുകളിലേക്ക് പോകും. ആ സമയത്ത് നീ സൂര്യോടൽപ്പം സ്വാതന്ത്ര്യത്തോടെ പെരുമാറണം. അതെ, സേതുവിനത് ഫീലാവണം. എന്നാലും നമ്മൾ പകുതി വിജയിച്ചു. അത്രേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു. എന്നാ വേഗം ചെല്ല്, അവരിപ്പോ മുകളിലേക്ക് പോകും. ദേവേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കാം. ഓക്കെ ആന്റി, ചെല്ലു. ഭാവനയുടെ ഈ അവസ്ഥയില് സൂര്യ താലി കെട്ടിയതിന്റെ ദേഷ്യത്തിൽ തന്നെ ഇപ്പോഴും ജയ. നിങ്ങളത് കാര്യാക്കണ്ട. ആന്റി, ഞങ്ങൾക്കറിയാലോ, ഞങ്ങളൊന്നും കാര്യാക്കിയിട്ടില്ല. സൂര്യല്ലേ അങ്കിൾ? അവനിപ്പോ ഓഫീസിൽ പോകാനുള്ള തിരക്കിലാവും. ഇപ്പോ മാനസിക അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവളിവിടെ ഉള്ളതുകൊണ്ടാ വല്ലപ്പോഴെങ്കിലും സൂര്യ ഓഫീസിൽ പോകുന്നേ. എല്ലാം വേണമല്ലോ അങ്കിൾ, ജീവിതമല്ലേ. അതെ മോളെ. ഞങ്ങൾ പോയി ഭാവന കണ്ടിട്ട് വരാം. ശരി.
ഭാവന ഇങ്ങനെ ഇരുന്നാ മതിയോ? ഭക്ഷണം കഴിക്കണ്ടേ? ആ ദേ സൂര്യ കുളി കഴിഞ്ഞു വന്നല്ലോ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ആദ്യം ഞാനൊന്ന് ഡ്രസ് മാറട്ടെ. എന്താ സൂര്യ ഇങ്ങനെയാണോ തല തോർത്തുന്നത്? ഇങ്ങനെ തോർത്തിയാൽ എന്താ കുഴപ്പം? ദേ ഇപ്പൊ ഒന്നാമത് പനിയുടെ സീസണാ. ദേ വന്നേ ഇരിക്ക് ഏയ്, ഇരിക്ക്. ഞാൻ തുവർത്തി എന്താ തരാം. മനസ്സാ? ദേ കണ്ടോ, ഇതുപോലെ വേണം തല തോർത്ത്. ഓ സമ്മതിച്ചേ. ആ ചെയ്തോട്ടെ. വാ വാ മൈസി. സൂര്യ എവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പം തോന്നുന്നു. അതേ ചെയ്തോട്ടെ, ഞാനൊന്ന് ഓഫീസിലേക്ക് പോവാ. ഇന്ന് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നത് വരെ ഭാവനയെ നോക്കുന്ന ഡ്യൂട്ടി മാനസയെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തിനാ സൂര്യ ഈ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾ ഭാവനയെ വീട്ടിൽ കൊണ്ട് കുറച്ച് ദിവസം നിർത്തിക്കോളാം. എന്താ ചെയ്തോട്ടാ, എന്നെ കണ്ട ഒരു കുട്ടിയാണെന്നാ തോന്നുന്നേ? അച്ഛനമ്മമാരുടെ ഭാഷയെ പറഞ്ഞാലേ ഞാനും പുറം നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് തന്നെയാ. പാവം ചെയ്തോട്ടനെ വിട്ടേക്ക് മനസ്സാ. അബദ്ധത്തിൽ നിന്നെ കുട്ടിയെന്നൊന്ന് വിളിച്ചുപോയി. ഞാൻ ഒരു തമാശ പറഞ്ഞതാ സൂര്യ. ഭാവന കുളിയൊക്കെ കഴിഞ്ഞോ? രാവിലെ എന്റെ സൂര്യയുടെയും ആദ്യത്തെ ജോലി ഭാവനയെ പല്ല് തേപ്പിച്ച് കുളിപ്പിക്കുന്നതാ. ചില ദിവസങ്ങളില് മാനസ ഒറ്റയ്ക്ക് ചെയ്തോട്ടെ ഇതൊക്കെ ചെയ്യുന്നത്. ദിവസം ആവുമ്പോ മാനസികത് ബുദ്ധിമുട്ടാവില്ലേ? ഹ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല മായേച്ചി. കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരുന്നാ മതി. ദാ സൂര്യ, ഇത് മതിയോ നോക്കേ? ഓ ധാരാളം. കേട്ടോ മായേച്ചി, ഇതൊക്കെ ഭാവന ചെയ്യേണ്ട കാര്യങ്ങളാ. ഭാവനയ്ക്ക് വേണ്ടി ഇതിപ്പോ ഞാനാ ചെയ്യുന്നേ. ഒരു കണക്കിന് മാനസ വന്നത് നന്നായി ചെയ്തോട്ടാ. എന്നെക്കാൾ ഭാവനയ്ക്ക് ഇപ്പൊ കൂട്ട് മാനസയാണ്. അല്ല മായേച്ചി എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ?